പെണ്ണുരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഉർവശി ശാപം ഉപകാരം എന്നും. ഈ രണ്ട് പഴഞ്ചൊല്ലുകൾ എനിക്ക് ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പ് പറയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ടെണ്ണവും ഞാൻ പറഞ്ഞത്. ആദ്യം പെണ്ണുരുമ്പെട്ടാൽ എന്നുള്ളതിന് ഉള്ള ആൻസർ തരാം. പെണ്ണുങ്ങൾ എന്ന് പറയണം. പെണ്ണുങ്ങൾ ഉരുമ്പെട്ടത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ലസിത പാലക്കലും പ്രിയയുമായിരുന്നു പെണ്ണുരുമ്പെട്ടാൽ എന്ന് പറഞ്ഞ രീതിയിൽ ഇറങ്ങിയത്. എന്താ വെച്ചാൽ അരുണിന് ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ, അല്ലെ അരുണിൻ്റെ പണി കളയാൻ. അതേപോലെ ഷെഫീന ബീബി മുമ്പേ സ്വന്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അരുണിൻ്റെ KSRTCയിലെ ജോലി ഷെഫീന ബീബി നമ്മുടെ ഗതാഗത മന്ത്രി ഉണ്ടല്ലോ ഗണേഷ് കുമാർ, അദ്ദേഹത്തെ വിളിച്ചു അങ്ങ് തെറിപ്പിച്ച് കളഞ്ഞു. അത് ഷെഫീന ബീബി ആദ്യം ഇറക്കിയ സ്റ്റേറ്റ്മെൻ്റാണ്. അത് കഴിഞ്ഞ പാടത്ത് നമ്മുടെ വിവരക്കേടിൻ്റെ റാണി ലസിത പാലക്കൽ അങ്ങോട്ട് പറഞ്ഞു. ലസിത പാലക്കലും പ്രിയയും കൂടിയിട്ടാണോ അല്ലേ അരുണിൻ്റെ KSRTCയിലെ പണി പോക്കിയത്. അപ്പം അതെവിടെയാണ് പോയത് പറഞ്ഞെന്നറിയോ? കോഴിക്കോട് ബസ് ഓണേഴ്സ് പോയിട്ടായിരുന്നു പറഞ്ഞത്. അപ്പം പെണ്ണുരുമ്പെട്ടാൽ എന്നതിൻ്റെ കാര്യം ഇതാണ്. ഈ 3 സ്ത്രീകളായിട്ട് ഉരുമ്പെട്ട് ഇവൻ്റെ ജോലിയായിട്ട് കളഞ്ഞു. ഏത് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ വിളിച്ചിട്ടാണ് കേട്ടോ ഇവളി പണി കളഞ്ഞത്, അതും ഒരു KSRTC ജോലിയൊക്കെ. ഇനി ഉർവശി ശാപം ഉപകാരം എന്നുള്ളത് പറഞ്ഞുതരാം. KSRTCയിൽ താമരശ്ശേരി ഡിപ്പോയിലാണ് ഇവന് കിട്ടിയത്. ഒരു ദിവസം പോയാൽ അടുത്ത ദിവസം പോകാൻ മടിയാണ്. മടിയുടെ കാരണം മറ്റൊന്നുമല്ല, അന്നത്തെ ചെലവ് കഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് ഇവൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. കാരണം സാലറി വരാൻ വൈകുക. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ സാലറി കിട്ടുമല്ലോ എന്നുള്ള സമാധാനത്തിൽ ഒരു മാസം പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മാസം എന്ന് വെച്ചാൽ ഞാൻ, അച്ഛന്, അമ്മ, ഞങ്ങളെ 3 ആളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു കേട്ടോ ഇവൻ്റെ ഒരു മാസം. കാരണം പെട്രോൾ അടിക്കണം, അന്നത്തെ ഫുഡിന്, പിന്നെ ഇവർക്ക് എന്തോ ഡെയിലി ഒരു 200 രൂപ ഭത്ത കൂടുതലുള്ളതിന് ഞങ്ങൾ കിട്ടും. അത് അക്കൗണ്ട് റെഡി ആവാത്തതുകൊണ്ടിട്ട് കിട്ടുന്നുമില്ല. വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്കൊക്കെ ആക്കി അതൊക്കെ വാങ്ങി അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു അവൻ പോയത്. അപ്പോൾ ഫസ്റ്റ് സാലറി ഒരു മാസം കഴിഞ്ഞിട്ടും വന്നില്ല. 1.5 മാസം കണ്ടായപ്പോൾ ആണ് ഫസ്റ്റ് സാലറി കയറിയത്. 38,000 രൂപയോ 40,000 രൂപയോ കണ്ട് ഫസ്റ്റ് സാലറി കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെയും പോകാൻ ഭയങ്കര താല്പര്യം. അങ്ങനെ പിന്നെ കൂടെ അന്ന് ജോയിൻ ചെയ്ത ആൾക്കാർക്കൊക്കെ ചെറുതായിട്ടൊരു മടുപ്പും, അവർക്കൊക്കെ വണ്ടി അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കേണ്ട ആ സാഹചര്യം അങ്ങനെയൊക്കെ വന്നപ്പം ഇവന് ഒരു ചടപ്പ് വന്നു. അപ്പോൾ 1-2 ആൾക്കാർ അവിടുന്ന് റിസൈൻ ചെയ്തു. അത് കേട്ടപ്പോൾ ഇവനും ഒരു താല്പര്യക്കുറവ്. അപ്പോൾ ഇവനും റിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ താമരശ്ശേരിയിലത്തെ VS എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ്. അപ്പോൾ അളിയൻ മാക്സിമം പറഞ്ഞു കൊടുത്തു, ഇത് റിസൈൻ ചെയ്യല്ലേ, നമുക്ക് ചിലപ്പോൾ അത് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടും, പറയാൻ പറ്റില്ല, പലർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു ഇവന് പോയി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവന് റിസൈൻ ചെയ്യുന്നത്. പൈസ ഒക്കുന്നില്ല, രാവിലെ 2 വീലറിൻ്റെ മുകളിൽ വേണം, പിന്നെ താമരശ്ശേരിയിലേക്ക് പോകാൻ, തിരിച്ചിങ്ങോട്ട് വരാനും അങ്ങനെ തന്നെ വേണം, ബസ്സൊന്നുമില്ല, എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. അപ്പോൾ അളിയൻ ചോദിച്ചു, നിനക്ക് എവിടെയാണ് കംഫർട്ടായിട്ടുള്ളത്, കോഴിക്കോടാണോ കുറ്റിയാടിയാണോ? കോഴിക്കോടാണെങ്കിൽ കോഴിക്കോടേക്ക്, കുറ്റിയാടിയേക്കാണെങ്കിൽ കുറ്റിയാടിയേക്ക് നിനക്ക് ഞാൻ ട്രാൻസ്ഫർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു കുറ്റിയാടിക്ക് മതി. കുറ്റിയാടിക്കാണെങ്കിൽ ഇവൻ ഉള്ളിയേരി പോയാൽ സ്ഥിരമായിട്ട് ബസ്സുണ്ട്. ഇവൻ കുറ്റിയാടി റൂട്ടിലാണല്ലോ, സ്ഥിരമായിട്ട് ബസ്സുണ്ട്. എന്നപ്പം അവൻ ആ ബസ്സിൽ പോയാൽ മതി, അപ്പോൾ പൈസ കൊടുക്കണ്ട. പിന്നെ KSRTC ആണെങ്കിലും ഇവർക്ക് ഇതുണ്ടല്ലോ, പാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറ്റിയാടിക്ക് ട്രാൻസ്ഫർ കൊടുത്തു. കുറ്റിയാടിക്ക് ട്രാൻസ്ഫർ കൊടുത്ത് ജോയിൻ ചെയ്യാൻ ഇവൻ പോയില്ല. പോവാതിരിക്കുന്ന ഇവന് സത്യസന്ധമായിട്ട് പറയാച്ച താല്പര്യക്കുറവ് തന്നെ പറയാം. അങ്ങനെ ഇരിക്കെ ഇവൻ്റെ ലൈസൻസിൻ്റെ കാലാവധി കഴിയാനായിട്ടുണ്ടായിരുന്നു. ആ ഒരു കാരണം പറഞ്ഞ് കുറേ പേരിങ്ങനെ വിളിക്കും, അളിയനെ വിളിച്ച് സംസാരിക്കും, അവിടുത്തെ VSമാർ വിളിക്കും, നാളെ വരാം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ലൈസൻസിൻ്റെ കാലാവധി കഴിയാനായി. കാരണം ഹെവി ഉണ്ടെങ്കിൽ 5 വർഷം കൂടുമ്പോൾ ഇത് പുതുക്കണം.
അല്ലെങ്കിൽ ലൈസൻസ് കട്ടായിപ്പോവും. അങ്ങനെ ലൈസൻസ് പുതുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ അച്ഛന് ആക്സിഡൻ്റായി. അപ്പം അതൊക്കെ ആയി. അപ്പം ഇവർ അവിടെ ചേരുന്ന സമയത്ത് 10,000 രൂപ കൊടുക്കും. അത് മെല്ലെ തിരിച്ചു വാങ്ങാനുള്ള പുറപ്പാടില്ല. ഇനി ഇവന് പോകൂല എന്നുള്ള ഇതന്നെ. കാരണം ഒന്നാമതെന്ന് വെച്ചാൽ വണ്ടിൻ്റെ പ്രശ്നങ്ങളും പല 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 പ്രശ്നങ്ങളും അവൻ പറയുന്നുണ്ട്. പിന്നെ വണ്ടി എവിടെ തട്ടേ മുട്ടേ ചെയ്താൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കണം. പിന്നെ മന്ത്ലി സാലറി റെഗുലറായിട്ട് വരുന്നില്ല. ഒന്നരാണ്ടിന് ഡ്യൂട്ടിക്ക് പോയാൽ മതി. പക്ഷേ ഒരു ദിവസം ഡ്യൂട്ടി എടുത്താൽ പിറ്റേ ദിവസം പേയ്മെൻ്റായിട്ട് കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് നടക്കാതെ പോയി. അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ നമ്മുടെ ഈ പെണ്ണ് ഉരുമ്പെട്ടത് കൊണ്ട് ഇത് ലസിത പാലക്കൽ അമ്മായിയും നമ്മുടെ പ്രിയ ചേച്ചി ഉരുമ്പെട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കി. കാരണം അജ്വ ബസ്സിൻ്റെ അടുത്ത് പോയിട്ട് അവരെ ഡ്രൈവേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഇവൻ്റെ ജോലി പോക്കിയത് ഇവരാണ്. ബസ് ഓണേഴ്സ് പോയിട്ട് പറഞ്ഞു ഇവൻ്റെ ജോലി പോക്കിയത് അവരാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ കോഴിക്കോട് അങ്ങാടി ഇവരങ്ങോട്ട് ആട്ടങ്ങ് നോട്ടീസ് അടിച്ചിറക്കി. കാരണം ഇവൻ്റെ ജോലി പോക്കിയത് ഇവരാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ എന്നോട് പറഞ്ഞു ഒരു ദിവസം ഞാൻ KSRTC പോവും എന്ന് പറഞ്ഞിട്ട് ഈ ലസിത പാലക്കലും പ്രിയയും കോഴിക്കോട് വന്ന് അവരെയൊക്കെ കണ്ട് സംസാരിച്ച് പിറ്റേ ദിവസം കുറ്റ്യാടി പോയി, ടിപ്പൊലിൽ പോയി. അപ്പോൾ ടിപ്പൊലിൽ ഏതോ ഓഫീസർ ലീവാണെന്ന് പറഞ്ഞു. പിന്നെ മാനന്തവാടി പോയി. അവിടെ നിന്ന് എന്തുകൊണ്ടാണ് ഇത്രയും കാലം വരാതിരുന്നത് എന്നുള്ളതിൻ്റെ ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് ഇന്ന് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. എറണാകുളത്തേക്കാണ്. രാവിലെ 8:15 കണ്ടാണ് തൊട്ടിൽപ്പാലത്ത് നിന്ന് എടുക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു ഉള്ളേരി വന്നിട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യണം നിർബന്ധമാണ്. പക്ഷേ എനിക്ക് സൂര്യൻ ഉദിക്കാന്ന് വെച്ചാൽ 10 മണിയാണ്. അതിൻ്റെ മുമ്പായിട്ട് എൻ്റെ വീട്ടിൽ സൂര്യൻ ഉദിക്കൂല. അപ്പം ഞാൻ പറഞ്ഞു നീ തന്നെ അങ്ങ് എടുത്താൽ മതി, നമുക്ക് അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയല്ലെങ്കിൽ ഇപ്പം സത്യാവസ്ഥ പറയാച്ചാൽ ആൾ എറണാകുളത്താണുള്ളത്. ഡ്യൂട്ടിയിൽ ഇന്ന് കയറി. അപ്പോൾ ഇതിനി എങ്ങനെയെങ്കിലും വലിച്ചു നീട്ടി എനിക്ക് പ്രിയനോടും ലസിതനോടുമായിട്ട് റിക്വസ്റ്റാണ്. ചിലപ്പോൾ സ്ഥിരമായിട്ട് കിട്ടുന്ന ജോലിയാണ്. നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിനെപ്പറ്റി പറഞ്ഞാൽ അവനൊരു ഭയങ്കര ഒരു വാശിക്കാരനാണ്. ആ വാശിയുടെ പുറത്തെങ്കിലും അവന് ആ ജോലിയായിട്ട് മുമ്പോട്ട് പോകും. നല്ലൊരു ജോലിയല്ലേ, എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? അപ്പം നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഏതായാലും ഇന്നലെ എന്നെ കളിയാക്കിക്കേ. നാളെ ഞാൻ വീഡിയോ ഇടും. ലസിത പാലക്കലും പ്രിയയും കൂടിയും തെറിപ്പിച്ച എൻ്റെ ജോലി PS എഴുതി ഞാൻ തിരിച്ചു മേടിച്ചു എന്ന് പറഞ്ഞിട്ട് 100-ൽ ഒരു പേരെങ്കിലും ചിലപ്പം വിചാരിക്കും അവൻ്റെ ജോലി പോയി, ഇവർക്കൊക്കെ ഭയങ്കര പിടിപാടാണ്, ഇവരൊക്കെ വിചാരിച്ചാൽ അങ്ങ് ജോലിയൊക്കെ പോക്കും, ഏത് ഗവൺമെൻറ്റിൽ കിട്ടിയ ജോലിയൊക്കെ അങ്ങ് പോക്കും എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവർക്കൊക്കെ. അപ്പോൾ അതങ്ങ് കളഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ തൊട്ടിൽപ്പാലം ടിപ്പോലാണ്. അതുകൊണ്ട് കുറ്റ്യാടി കോഴിക്കോട് ബസ്സിലുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും. ഇന്ന് അവൻ ചിലപ്പോൾ ഇന്ന് വരാൻ ചാൻസ് കുറവാണ്. നാളെ രാവിലെ ആകുമ്പോഴേക്കേ എത്തുണ്ടാവുള്ളൂ. എറണാകുളം എത്തിയത് തന്നെ 6 മണിക്കാണ്. അപ്പോൾ അവിടുത്തെ വണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് ആണ്. തിരിച്ചേതെങ്കിലും വണ്ടി കിട്ടി ആ വണ്ടിക്ക് TP ആയിട്ട് ഓടാൻ ഏതെങ്കിലും വണ്ടി കിട്ടിയാൽ പോരും, ഇല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് കയറേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു. എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഏതായാലും അരുണ് 2ാമതും KSRTC കയറിയിട്ടുണ്ട്. പെണ്ണുരുമ്പെട്ടാൽ എന്ന് പറഞ്ഞ ആ ഒരു പഴഞ്ചൊല്ലിനും ഈ 2 പഴഞ്ചൊല്ലുകൾക്കും ഒരു അർത്ഥം, ഉർവശി ശാപം ഉപകാരം എന്നുള്ളതും പെണ്ണുരുമ്പെട്ടാൽ എന്നുള്ളതും അർത്ഥവത്തായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാക്കി മാറ്റിയതിന് ലസിതനോടും പ്രിയനോടും ഷെഫീന ബീബിനോടും നന്ദി രേഖപ്പെടുത്തുക. മറ്റേ ഗൂഗിൾ പേയിൽ പൈസ കയറി കഴിഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലേ, നന്ദി ഉണ്ട് കേട്ടോ, അതേപോലെ നന്ദി ഉണ്ട് കേട്ടോ. ഇപ്പം ഏതായാലും അവൻ്റെ KSRTC വിശേഷങ്ങളും നിങ്ങൾ കളഞ്ഞ ജോലിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ടാറ്റാ.